മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ, ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ, ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ, പുതിയ ചരിത്രം വിടരട്ടെ. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറുമായ ഉഷ ടീച്ചർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ, ഫിലിപ്പ് സാർ, PTA പ്രസിഡന്റ്, ഗോപകുമാർ സാർ, PTA വൈസ് പ്രസിഡന്റ്, എല്ലാവരെയും ഈ സദസ്സിലേക്ക് സാദരമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകര്, എൻ്റെ എല്ലാ മക്കളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ്. അവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒന്നായി സെന്റ് മേരീസ് കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് ഒറ്റ കുടുംബമായി തന്നെ മുന്നോട്ട് പോകാം. ഇത്രയും കാലം സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് LP സ്കൂൾ കഴിഞ്ഞു, UP സ്കൂൾ കഴിഞ്ഞു, കുട്ടികൾ അല്പം ഒന്ന് മാറിയിട്ടുണ്ട്, അവർ ഹൈസ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ഹൈസ്കൂളിലേക്ക് എത്തുന്നതനുസരിച്ച് കുട്ടികളുടെ ഒന്ന് ടീനേജാണ്, അവരുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്ന കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ
രക്ഷിതാക്കൾ കുറച്ചുകൂടി ബോധവാന്മാരായി. കാരണം വലിയ ലക്ഷ്യത്തിലാണ് കുട്ടികളൊക്കെ കടന്നുള്ളത്. ആ ലക്ഷ്യത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിച്ച് പോകാതെ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം. ഞാനൊരു 11 വർഷമായിട്ട് അധ്യാപകനായിരുന്നു. കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ചെയ്ത് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തത്. ദേവതയോഗം പോലെ ഒരു വർഷം അത് PTA-യുടെ ഒരു പ്രസിഡന്റ് ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാറിക്കൊന്ന് പോകണമെന്നുള്ള PTA-യുടെയും പ്രിയപ്പെട്ട അധ്യാപകർക്കൊക്കെ ഒരു എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു സൂക്ഷ്മത ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ചിലപ്പോഴറിയാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിഷ ടീച്ചർ അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ ചടങ്ങിനാണ് ഇന്നിവിടെ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ നമ്മുടെ മുഖ്യമന്ത്രി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് നേരിൽ വെച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതോടെ നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. പഠിക്കുന്ന പലർക്കും പല കഴിവുകളുണ്ടാവും. ആ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കുകയും നന്നായി പഠിക്കുകയും ആവട്ടെ നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. മറ്റെല്ലാ ലഹരികളും മറന്നുകൊണ്ട് ജീവിതം ലഹരിയാക്കുക, പഠനം ലഹരിയാക്കി മാറ്റുക. ഏറ്റവും രസകരമായ രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് ഈ വർഷം ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം തുടർന്ന് ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. കുട്ടികൾ അവർ പഠിച്ചു വരുമ്പോൾ നല്ല ഒരു വിജയം, അതായത് 8ാം ക്ലാസ്സിലെ കുട്ടികൾ 9ലെത്തി 10ലെത്തി ഏറ്റവും നല്ലൊരു വിജയ ശതമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പഠനം മത്സരബുദ്ധിയോടെ, ആരോഗ്യകരമായ മത്സരബുദ്ധിയോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിലാദ്യത്തെ ഭാഗം ഈ സ്ഥാപനത്തെ പറ്റിയും, രണ്ടാമത്തെ ഭാഗം നിങ്ങളെ പറ്റിയുമായി. അത് എത്രയും പെട്ടെന്ന് ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മുൻ പ്രിൻസിപ്പൽമാരോട് ഞാൻ യുദ്ധം ചെയ്തിരുന്നൊരു കാര്യം, കഴിയുമെങ്കിൽ ഒരു മീറ്റിംഗ് 1 മണിക്കൂറിനുള്ളിൽ തീർന്നെടുക്കുന്നതാണ്. കാരണം സ്റ്റേജിലിരിക്കുന്നവർക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കാം, ഇത് കേട്ടിരിക്കുന്നവർ ശ്രോതാക്കളാണ്. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും ദീർഘമായി സംസാരിക്കുക എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇന്ന് നിഷ ടീച്ചറെ സംബന്ധിച്ച് 3 സ്കൂളുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് അഭ്യർത്ഥന നടത്തുന്നതുകൊണ്ടും നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ടീച്ചർ വളരെ ചുരുക്കിയാണ് സ്വാഗതം പറഞ്ഞത്. അതുപോലെ ഒരു അധ്യക്ഷ പ്രസംഗം ഇവിടെയുള്ള പ്രിൻസിപ്പൽ കൂടിയാണ് കഴിഞ്ഞ ഈ വർഷം റിട്ടയർ ചെയ്തിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷം സാറ് വളരെ ചുരുക്കി അത് നിർത്തുകയാണ്. ഏതായാലും കൊള്ളാം. ഞാനും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ഥാപനം ഇന്നു മുതൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദീർഘകാലമായിട്ട് ഇതിന്റെ വൈസ് പ്രിൻസിപ്പളായിരുന്ന ഷീബ ടീച്ചർ ആ സ്ഥാനം കഴിഞ്ഞ ദിവസം വൈകിട്ട് രക്ഷിതാക്കളെ, കുട്ടികൾ അധ്യയന വർഷം ആദ്യം തന്നെ ആശംസിക്കുകയാണ്. സംസാരത്തിലൂടെ അല്ലാതെ പ്രവൃത്തികളിലൂടെ നമുക്ക് ഇനിയുള്ള 3 വർഷങ്ങൾ മുന്നോട്ട് പോകാം. കുട്ടികളെ സംബന്ധിച്ച് 8ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന പുതിയ കുട്ടികൾ ഒരുപക്ഷെ രക്ഷിതാക്കളെക്കാൾ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളിലെങ്കിലും അധ്യാപകരെക്കാൾ അറിവുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നൂതന അധ്യാപകർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ വന്ന് ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കാം. ഒരു പ്രചോദനമാക്കുക. കുട്ടികൾക്കും നമ്മളൊരു വിശ്വാസം ഉണ്ടാകട്ടെ. താങ്ക് യു സർ.
എല്ലാവർക്കും നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷനും ഞങ്ങളുടെ വിദ്യാലയ സഹായകമാകുന്നത് എന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിന് അറിയുന്ന പ്രതിജ്ഞ. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു. ഒരു കാര്യം കൃത്യനിഷ്ഠയാണ്, മക്കളോട് എനിക്ക് പറയാനുള്ള കൃത്യനിഷ്ഠയാണ്. കറക്റ്റ് അധ്യാപകരെയും ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈനി സെബാസ്റ്റ്യൻ. ഞാൻ 8, 9, 10 ക്ലാസ്സുകളിൽ മാത്സ് പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പേര് ജുലിൻ ജോയ്. ഞാൻ 10th Aയുടെ ക്ലാസ് ടീച്ചറാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ആദ്യ ബാച്ച് ഇനി കുട്ടികളോട് ക്ലാസ്സിൽ വെച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാം. രക്ഷിതാക്കളൊക്കെ ആയിട്ട് കൂടുതൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. സമയം കുറച്ചായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ ഞാൻ 8ാം ക്ലാസ്സിൽ രക്ഷിതാക്കളെ കഴിഞ്ഞു, എൻ്റെ പേരും പറഞ്ഞു, ക്ലാസ്സും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്ലബ്ബാണ് ഇന്ത്യൻ ആർമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 5K ബറ്റാലിയൻ NCCയുടെ ഭാഗമായിട്ടുള്ള ഒരു NCC യൂണിറ്റ് ഇവിടെ ഉണ്ട്. ഒരുപാട് അവസരങ്ങളൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. സർവോന്മുഖമായ എല്ലാ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു ക്ലബ്ബാണ് NCC. അപ്പോൾ അതിലേക്കുള്ള അതിൻ്റെ ANO ആയിട്ട് ഞാനിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് പേര് ഇതിലേക്ക് ചേരാൻ വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഞാൻ NCC എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ കണ്ണുകൾ വിടരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്തരത്തിലൊരു ഉദ്ദേശമുണ്ടാകാം. ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് 5K കേരള ബറ്റാലിയൻ NCCയുടെ അതിൻ്റെ സ്റ്റാഫാണ്. അവർ വരുന്നു. അതിന് മുന്നോടിയായിട്ട് നമ്മൾ അതിന് താല്പര്യമുള്ള കുട്ടികളുടെ പേര് കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രവർത്തനം നടത്തിവെക്കുക നോക്കിയതിന് ശേഷമാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ താല്പര്യമുള്ള എല്ലാവരും തന്നെ പേര് നൽകുകയും ചെയ്യണം. സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് നേരുന്നു. നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു അധ്യയന വർഷം നേരുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആശയവിനിമയം ചെയ്യാനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട്. വാട്സപ്പ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. തുടർന്നുള്ള PTA മീറ്റിങ്ങുകളുണ്ട്. അതിലും എല്ലാവരും ഫോണിലൂടെയുള്ള പഠനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചിരിക്കുന്നു. അത് രക്ഷിതാക്കളുടെ തന്നെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ ഞാൻ 8th, 9th, 10th ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. എൻ്റെ വീട് ഭക്ഷണത്തിൻ്റെ ചാർജും കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാ കുട്ടികൾക്കും ഇവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നാളെ തൊട്ട് കുട്ടികൾ വരും. 8, 9, 10 ക്ലാസ്സുകളിൽ
മാത്സ് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരെ സർട്ടിഫിക്കറ്റ് എന്ന് ഒരേ ഒരു ഇതുള്ളൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബ്, അതിൻ്റെ ചുമതല കൂടി ഉണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബിൽ താല്പര്യപ്പെടുകയാണെന്നറിയാം. ഒരുപാട് എൻ്റെ പേര് ഹെൽന ജോയ്. എല്ലാവർക്കും സെന്റ് മേരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീപ്തി ദേവജിത്ത് എന്നാണ്. ഞാൻ വരുന്നത് അതിലേക്കല്ല, ഒരുപാട് ദിവസങ്ങളിലേക്കുള്ള വലിയൊരു തുടക്കമാണ് ഇന്ന് ആരംഭിക്കുന്നത്. എല്ലാവരെയും ഈ ഒരു ദിവസത്തിലേക്ക് ആശംസിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ പഠനത്തിലുള്ള എല്ലാ. എൻ്റെ പേര് സുജ. ഞാൻ ചുള്ളിയോട് നിന്നാണ് വരുന്നത്. കുട്ടികളെയും വളരെയധികം സ്നേഹത്തോടു കൂടി താങ്ക് യു അനവദ്യ.
മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ क्या ढूंढ रहा है तू, जो है कभी जो है सुनी वो बात क्या है बता मितवा तुझसे क्या मितवा ये खुद से तो ना तू छुपा Raghu